അസ്സലാമു അലൈക്കും. നല്ല മുരിഞ്ഞ ബീഫ് ഇങ്ങനെ വരട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞ് കിടക്കുമ്പോൾ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല രസമല്ലേ മഴക്കാലത്ത് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇന്ന് രാവിലെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരേക്ക് പോകണം. അപ്പോൾ നല്ല മഴയുള്ള ദിവസം, നല്ല ഭംഗിയല്ലേ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് പോവാം. ഇതാ നമ്മുടെ തൃശ്ശൂരെത്തി. അപ്പോൾ അവിടെ വഴിയിൽ ഞാവൽപ്പഴം കണ്ടു. അപ്പം നമുക്കത് കുറച്ച് വാങ്ങിച്ചാൽ. കുറേ നാളായി കഴിച്ചിട്ട്. നല്ല വലിയ ഞാവൽപ്പഴം കേട്ടോ, നല്ല മധുരമുണ്ട്. അധികം പഴുത്തിട്ടില്ല, കുറച്ച് പഴുത്തിട്ടുള്ളൂ, എന്നാലും കറയൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയി നമ്മുടെ വലിയുടെ വീട്ടിലെത്തി. നമുക്ക് വലിയുടെ സ്പെഷ്യൽ ബീഫ്, വലിയ സ്പെഷ്യൽ. അപ്പം നമുക്ക് കാണാം. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റായിരുന്നു. വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മുരിയണം. ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇങ്ങനെ മുരിഞ്ഞ് വരണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. എന്നിട്ട് അതിൽ മസാല ഇട്ടിട്ട് ഇങ്ങനെ വരട്ടണം. അതിന് മുന്നേ ബീഫ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും അറിയാലോ ഞങ്ങൾക്ക് വലിയുടെ കറികളോടുള്ള മുഹബത്ത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.